I am Dr. Dane, PG in oral surgery. ഇവിടെ മുമ്പ് ഉള്ള പ്രസംഗങ്ങളിൽ കേട്ടു ഇസ്ലാം മറ്റു മതങ്ങളുടെ ആചാര രീതികളെ അംഗീകരിക്കുന്നുവെന്ന്. Recently there had been lot of debates on jihad. Even some Muslim fundamentalist leaders have come out openly against jihad, proclaiming holy war against idol worshippers. If Islam really preaches the message of love and harmony, where does this war against... Second question. Then, if a person commits a sin during his adulthood unknowingly, without knowing the sin, you mean to say that only God will punish him because of his sins? There is no deliverance of sins in Islam? ഒന്നാമതായി ജിഹാദ്, ഇസ്ലാം സമാധാനവും ശാന്തിയുമാണ് പ്രബോധനം ചെയ്യുന്നതെങ്കിൽ ജിഹാദിന്റെ പ്രസക്തി എന്താണെന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. സത്യത്തിൽ ജിഹാദ് സുഹൃത്ത് മറ്റു പലരെയും പോലെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ മേത്തർ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ മീഡിയകളും അതേപോലെ തന്നെ പ്രത്യേകമായ ഏറ്റവും അധികം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഏറ്റവും പ്രകടമായ രൂപമാണ് ജിഹാദിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഹോളി വാർ എന്ന് ലോകത്തൊരു ഡിക്ഷണറിയിലും അർത്ഥമില്ല. അറബി ഡിക്ഷണറിയിൽ ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഇംഗ്ലീഷ് ഡിക്ഷണറികളിൽ ജിഹാദ് എന്നുള്ള പദം ട്രാൻസ്ലിട്രേഷൻ ആയിട്ട് കൊടുക്കുകയും ഹോളി വാർ ഓഫ് മുസ്ലിംസ് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ത്യാഗ പരിശ്രമം എന്നാണ് അർത്ഥം. അറബി പദത്തിന് ത്യാഗ പരിശ്രമം എന്നാണ് അർത്ഥം. ഒരാൾ സ്വന്തം ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നതിന്റെ പേരാണ് ഇസ്ലാം. താല്പര്യങ്ങളെയും ഇച്ഛയെയുമെല്ലാം ദൈവിക മാർഗത്തിൽ സമർപ്പിക്കുമ്പോൾ അയാൾ ജിഹാദ് ചെയ്യുകയാണ് സ്വന്തം ശരീരത്തോട്. അതേപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനം ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ആ ഇസ്ലാമിക പ്രബോധനം എങ്ങനെ നിർവഹിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വാൾ ഉപയോഗിച്ചിട്ടല്ല, ബോംബ് ഉപയോഗിച്ചിട്ടല്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യുദ്ധ സാമഗ്രികൾ ഉപയോഗിച്ചിട്ട്. ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ വചനം, എങ്ങനെയാണ് ദൈവിക മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്? ബിൽ ഹിക്മത്തി, അവരുടെ ബുദ്ധിശക്തിയെ പ്രവർത്തനക്ഷമമാക്കി കൊണ്ട്, ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, പിന്നെ എങ്ങനെയോ, പിന്നെ സതുപദേശങ്ങൾ മുഖേന, പിന്നെയോ വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല രീതിയിലുള്ള സ്നേഹ സംവാദങ്ങൾ വഴി, വാദപ്രതിവാദങ്ങൾ വഴി, ഇങ്ങനെയാണ് ദൈവിക മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് എന്ന്. അഥവാ വാളിന് ഈ മതപ്രബോധനവുമായി യാതൊരു ബന്ധവുമില്ല. മതപ്രബോധനം പ്രചരണവുമായി വാളിന് യാതൊരു ബന്ധവുമില്ല. പരിശുദ്ധ ഖുർആനിലെ വളരെ വ്യക്തമായിട്ടുള്ള സൂക്തമാണ് ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനം ഇവിടെ ഉദ്ധരിക്കപ്പെടുകയുണ്ടായി. എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല, നിർബന്ധം പാടില്ല. ഒരാൾ നിർബന്ധിച്ച് ഒരാൾ മതം മാറ്റാൻ ശ്രമിച്ചാൽ അത് പരിശുദ്ധ ഖുർആനിന്റെ തത്വത്തിനെതിരാ. അപ്പൊ പിന്നെ എങ്ങനെ വാൾ ഉപയോഗിക്കും? എങ്ങനെ യുദ്ധമുണ്ടാകും? പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിൽ യുദ്ധം വരുന്നത്? തീർച്ചയായും ഇസ്ലാം യുദ്ധത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, യുദ്ധത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. എപ്പോ? സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ സമ്മതിക്കാത്ത അവസ്ഥയുണ്ടാവുക, ആ വിശ്വാസ പ്രബോധനത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടുക, അതിനെ തടഞ്ഞു വെക്കുവാൻ രാജ്യവും ആ രാജ്യത്തിലെ ജനങ്ങളും സന്നദ്ധരാവുക. ഈ സമയത്ത് മുസ്ലിം സമൂഹത്തിന് സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതുവാൻ ഇസ്ലാം അനുമതി കൊടുക്കുന്നുണ്ട്. അവിടെ ആയുധമേന്തുവാൻ ഇസ്ലാം അനുമതി കൊടുക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിന് അതും സമൂഹമാണ് നിശ്ചയിക്കുക. അതും സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്, ആ രാഷ്ട്രത്തിന്റെ അമീറിനാണ് ഇത് നിശ്ചയിക്കുവാനുള്ള കടമ തന്നെ, ആ നിശ്ചയിക്കുവാനുള്ള ഉത്തരവാദിത്വം തന്നെ ഇസ്ലാം കൊടുത്തിട്ടുള്ളത്.
കാലഘട്ടത്തെ 13 കൊല്ലക്കാലം എല്ലാ പീഡനങ്ങളും താടനങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ജീവിച്ച് നമുക്കറിയാം മക്കയിൽ. എന്നിട്ട് മക്കയിൽ നിന്ന് പലായനം ചെയ്ത് സ്വന്തം ജനിച്ച് വളർന്ന മണ്ണിൽ നിന്ന് പലായനം ചെയ്ത് മറ്റൊരു നാട്ടിൽ പോയി ആ നാട്ടിൽ സുന്ദരമായ ഒരു ഇസ്ലാമിക സമൂഹം വളർന്നു വരുമ്പോ അവിടെയും തകർക്കുവാൻ ചെന്നപ്പോഴാണ് ഇസ്ലാമിൽ യുദ്ധം, പ്രതിരോധം ത്തിനുള്ള ആയത്തുകൾ ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഇസ്ലാം ഒരിക്കലും തന്നെ ഈ രൂപത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അതല്ല, ഖിതാലല്ല. ഖിതാല് തന്നെ ജിഹാദിന്റെ ഭാഗമാണ്. എന്ത് യുദ്ധം? ആ യുദ്ധം ജിഹാദിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ജിഹാദ് വ്യത്യസ്ത ഘട്ടങ്ങൾ, വ്യക്തിയുടെ ജീവിതത്തെ പരിശുദ്ധമാക്കുന്നത് മുതൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുന്നത് മുതൽ എല്ലാം ജിഹാദാണ്. ആ പ്രബോധനത്തിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെല്ലാം ജിഹാദാണ്. പക്ഷേ എപ്പോഴെങ്കിലും ആ പ്രബോധനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും സമ്പൂർണ്ണമായി തടയപ്പെടുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിന് അതിനെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. സത്യത്തിൽ എന്താണ് പൂർണ്ണമായ അഹിംസ എന്നുള്ളത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? പൂർണ്ണമായ അഹിംസ എന്നുള്ളത് പ്രതിരോധിക്കേണ്ട സമയത്ത് എങ്ങനെ പ്രതിരോധിക്കണം? ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗത്തെ നീക്കുവാൻ വേണ്ടി ചിലപ്പോൾ ആ കത്തിയെടുക്കേണ്ടി വരും. ക്യാൻസർ മുറിച്ചു കളയാൻ, ഒരു ട്യൂമർ മുറിച്ചു കളയാൻ, അതല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ നീക്കിക്കളയാൻ നമ്മൾ സർജറി നടത്തേണ്ടി വരും. അവിടെ ആ സർജറി എന്നുള്ളത് രോഗിയോടുള്ള സ്നേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് സ്വാഭാവികമായി ഇപ്പോ സ്വന്തം പിന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക, ശത്രുവിനെ സ്നേഹിക്കുക. ഇതെല്ലാം സുന്ദരമായ മുദ്രാവാക്യങ്ങളാണ്. ശത്രുവിനെ സ്നേഹിക്കേണ്ടതുണ്ട്. പക്ഷേ ആ ശത്രു ഒരു തെറ്റ് ചെയ്യുമ്പോ, ഒരു അബദ്ധം ചെയ്യുമ്പോ, ഒരു അധാർമികത ചെയ്യുമ്പോ പരമാവധി അതിനെ തടഞ്ഞു നിർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു അധാർമികത ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ സ്വന്തം മുന്നിൽ വെച്ച് ഒരാൾ പിന്നെ ആരെയെങ്കിലും നമ്മുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തുകയാണ് എന്ന് വിചാരിക്കുക. അഹിംസയുടെ ആളുകൾക്ക് ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുവാൻ പറയുന്ന ആളുകൾക്ക് കയ്യും കെട്ടി മറ്റേ സഹോദരിയെ കൂടി അയാൾക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും ഇല്ല. എന്താ? പിടിച്ചു വെക്കണം, അതിനെ പ്രതിരോധിക്കണം. അതിനെ പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മാനവികത പറയുന്നു. ഇതേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഇസ്ലാം ഒരിക്കലും തന്നെ വെറുതെ നടക്കുന്ന ഒരു ഐഡൽ വർഷിപ്പറെ അയാളെ പോയിട്ട് പിന്നെ കൊന്നുകളയണമെന്നോ അയാളോട് യുദ്ധം ചെയ്യണമെന്നോ ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പഠിച്ച ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ചിലർക്ക് ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് ആവശ്യമാണ്. അതവരുടെ കച്ചവട തന്ത്രങ്ങൾക്ക് ആവശ്യമാണ് ഇസ്ലാമിനെ തകർക്കേണ്ടത്. കാരണം ലോകത്തുള്ള മുന്നോട്ടുള്ള മുതലാളിത്തത്തിന്റെ പ്രയാണത്തിൽ അവരുടെ കച്ചവട തന്ത്രങ്ങള് സ്നിഗ്ധമാക്കുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണല്ലോ മുതലാളിത്തത്തിന് കച്ചവട തന്ത്രങ്ങളായിട്ടുള്ളത്. ഒന്നെന്താ? ഒന്ന് സ്ത്രീ, അത് അവളുടെ സൗന്ദര്യത്തെ, സ്ത്രീ സൗന്ദര്യത്തെ കച്ചവട ചരക്കാക്കുകയും വിൽപ്പന ചരക്കാക്കുകയും മോഡലാക്കുകയും പരസ്യ വസ്തുവാക്കുകയും ചെയ്തുകൊണ്ട് അതിലൂടെ കച്ചവടത്തെ സ്നിഗ്ധമാക്കാം. രണ്ടാമത്തേത് ലോട്ടറി. ഈ രണ്ടെണ്ണത്തിനും എതിരാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വികൃതമായി അവതരിപ്പിക്കേണ്ടത് ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ബാധ്യതയായി അവർ ഏറ്റെടുക്കുകയും 20ാം നൂറ്റാണ്ടിന്റെ ആയുധം എന്നറിയപ്പെടുന്ന, ആയുധം എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള മീഡിയ എന്ന ആയുധത്തെ ഇസ്ലാമിനെതിരെ തിരിച്ചു വെക്കുകയും ചെയ്തതുകൊണ്ട് ഉള്ള അബദ്ധധാരണ മാത്രമാണ് ജിഹാദിനെ കുറിച്ചുള്ള അബദ്ധധാരണ. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് സുഹൃത്ത് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ചോദിച്ച സഹോദരന്റെ ഡെലിവറൻസ് ഓഫ് സിന്നുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്, അതിന് മറുപടി പറഞ്ഞു. നേരത്തെ ഡോക്ടർ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ വിട്ടുപോയൊരു കാര്യം. ഡോക്ടർ ചോദിച്ചു, പാപപരിഹാരത്തിന് ഇസ്ലാമിൽ എന്ത് മാർഗമാണുള്ളത്? ഒരാൾക്ക് പാപമാണ് എന്നറിയാതെ ഒരാൾ തെറ്റ് ചെയ്തു, എന്നാൽ അതിനെന്ത് പരിഹാരമാണുള്ളത്? പാപത്തിന് ദൈവത്തിങ്കലുള്ള ഇസ്ലാം പറയുന്ന പരിഹാരം പശ്ചാത്താപമാണ്. പാപത്തിന് ഇസ്ലാം പറയുന്ന പരിഹാരം പശ്ചാത്താപമാണ്. ഒരു കൊച്ചുകുട്ടി പാപം ചെയ്തതല്ല, മറിച്ച് അയാൾക്ക് പാപമാണ് എന്നറിയാതെ ഒരു കാര്യം ചെയ്തു. അയാൾക്ക് പാപത്തിനെ കുറിച്ച് ബോധ്യം വന്നാൽ, ആ തെറ്റ് തെറ്റാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അയാൾ പശ്ചാത്തപിക്കണം. ആ പശ്ചാത്താപമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്ന പരിഹാരം. ഇസ്ലാം മാത്രമല്ല, യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന പരിഹാരം അതാണ്. യേശു പഠിപ്പിക്കുന്ന പരിഹാരം അതാണ്. യേശു ക്രിസ്തുവിനോട് വന്നിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, യേശുവേ, ആരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ? മത്തായിയുടെ സുവിശേഷത്തിലെ 18ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ പരിശോധിക്കുക.
യേശുവിനോട് വന്നിട്ട് ചോദിക്കുക, എന്താണ് ആരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ? അപ്പൊ യേശു 12 ശിഷ്യന്മാരുണ്ട്. 12 ശിഷ്യന്മാരിൽ പത്രോസേ, നീയാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ നല്ല പഠിപ്പിച്ചത്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇയാളാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ നല്ല പഠിപ്പിച്ചത്. മറിച്ച് യേശു ക്രിസ്തു ഒരു കുഞ്ഞിനോട്, ശിശുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ ശിശു വന്നപ്പോ യേശു പറഞ്ഞു, നിങ്ങൾ ഈ ശിശുവിനെ പോലെ പശ്ചാത്താപ വിവശരായി നിങ്ങളുടെ മനം മാറ്റം വന്ന് ഈ ശിശുവിനെ പോലെയാകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഈ ശിശുവിനെ പോലെ പശ്ചാത്തപിക്കുന്നവനാകുന്നു. യേശു പഠിപ്പിക്കുക. അപ്പോ ഈ ശിശു 2 കാര്യങ്ങൾ അവിടെ ക്രിസ്തു യേശു പഠിപ്പിക്കുന്നു. ഒന്നാമത്തത്, ശിശു പാപിയല്ല. ക്രൈസ്തവ സിദ്ധാന്ത പ്രകാരം ആദാം ചെയ്ത പാപം പിന്നെ ഈ ശിശുക്കൾക്കെല്ലാം ഉണ്ട്. എല്ലാവരും ജനിക്കുന്ന പാപികളായിട്ടാണ്, ആദ്യ പാപവുമായിട്ടാണ്. ക്രിസ്തുവിന് അതറിയില്ല. യേശു ക്രിസ്തുവിന് ക്രൈസ്തവ സിദ്ധാന്തം അറിയില്ല. അറിയുമെങ്കിൽ യേശു ഇത് പഠിപ്പിക്കില്ലല്ലോ. കാരണം അന്ന് ആ ശിശു എന്ത് ചെയ്തിട്ടില്ല? യേശുവിന്റെ കുരിശുമരണം പോലും നടന്നിട്ടില്ല. കുരിശുമരണത്തിന് മുമ്പാണ് ഈ സംഭവം. യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു, ഈ ശിശുവിനെ പോലെ ആകണം. ആ ശിശു എന്താ? പാപിയാണെന്നാണ് ക്രൈസ്തവ സഹോദരന്മാർ പറയുന്നത്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഒരു പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുന്നിൽ പശ്ചാത്തപിക്കുകയും ആ പശ്ചാത്താപം വഴി പിന്നീട് പാപം ചെയ്യുകയും. പശ്ചാത്താപത്തിന് ചില നിബന്ധനകളുണ്ട്. എന്താണ് ആ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ? സാധാരണ കുമ്പസാരത്തിന്റെ മാതിരി ഓരോ ആഴ്ചയും പശ്ചാത്തപിക്കുകയും പിറ്റത്തെ ആഴ്ചയും തെറ്റ് ചെയ്യുകയും വീണ്ടും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന രീതിയല്ല ഇസ്ലാം പറയുന്ന പശ്ചാത്താപം. പശ്ചാത്താപം ദൈവമായിട്ടുള്ള ബന്ധം. ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാനോട് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവം തമ്പുരാനെ തെറ്റ് ചെയ്തു പോയി പുറത്തു തരട്ടെ. ഹൃദയം അറിയുന്ന, ഹൃദയത്തിനകത്തുള്ള വിചാര കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി അറിയുന്ന ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അഭ്യർത്ഥനയാണ് പശ്ചാത്താപം. ആ പശ്ചാത്താപമാണ് ഇസ്ലാം പാപപരിഹാരത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി മാത്രം നിശ്ചയിച്ചതല്ല, മറിച്ച് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതാണ്. ഇതല്ലാത്തൊരു പാപപരിഹാര മാർഗത്തെക്കുറിച്ച് ഒരു പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം.